വേസ്റ്റ് നമ്മൾ അതിനെ എടുത്ത് തിരിച്ച് നമ്മുടെ ലോറികളിൽ ലോഡ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ടീമിനെ കേരളത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്, തമിഴ്നാട്ടിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ഞങ്ങൾ 3 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും, കോർപ്പറേഷനിൽ നിന്നും, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും, ക്ലീൻ കേരള കമ്പനിയിൽ നിന്നും ഓഫീസേഴ്സ് ഉണ്ട്. അതുകൂടാതെ ഞങ്ങൾ സൂപ്പർവൈസ് ചെയ്യാനായിട്ടാണ് മാഡം കൂടിയുള്ളത്. ഇവിടുന്ന് തമിഴ്നാട് ടീമുമായിട്ട് ജോയിൻ ചെയ്ത് ഞങ്ങൾ ഓരോ ലൊക്കേഷൻസിലേക്കും ഇവിടെ നിന്നും വർക്ക് സ്റ്റാർട്ട് ചെയ്യും. 6 ലൊക്കേഷൻ. അത് ഇവിടെ നിന്നെടുത്ത് തരം തിരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസ്കരണം അത് കഴിഞ്ഞതിന് ശേഷം. അല്ല, അതെല്ലാം അപ്പുറം ഫസ്റ്റ് പ്ലാൻ பண்ணுங்க சார். கொஞ்சம் வேலை please can you give us some time please because we have to decide please. Around 70. இப்போ இதெல்லாம் அட் டைம்ல எல்லாம் ஆல்ற மாதிரி பிளானா என்ன மாதிரி பிளான்? இன்னைக்கு எல்லாம் கிளியர் பண்ணிருக்கீங்க. எவ்வளவு வெஹிக்கிள் வந்திருக்கு சார்? வெஹிக்கிள் 15க்கு மேல இருக்கு. ഹലോ ഹരി. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ അത് നീക്കം ചെയ്യാൻ കേരള തമിഴ്നാട് സംയുക്ത ഓപ്പറേഷൻ. തിരുനെൽവേലിയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി ആക്ഷൻ പ്ലാൻ ചർച്ച ചെയ്യുകയാണ്. മാലിന്യം ഉടൻ നീക്കം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാലിന്യ നീക്കത്തിന് JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തമിഴ്നാട് നൽകും. തിരുവനന്തപുരം സബ് കളക്ടർ ആൽഫ്രഡ് ഓബിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ഉൾപ്പെടെ 70 പേരടങ്ങുന്ന സംഘമാണ് അവിടെ മാലിന്യം നീക്കം ചെയ്യാനായി എത്തിയത്. ഉടൻ തന്നെ മാലിന്യം നീക്കം ചെയ്യുന്ന പരിപാടി ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ മാലിന്യം നീക്കം ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. BV അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, തമിഴ്നാട്ടിൽ തള്ളിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചോ? അത് എപ്പോഴത്തേക്ക് ആരംഭിക്കും? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യത്തിലേക്ക്, കടമയിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ പ്രായശ്ചിത്തം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തമിഴ്നാട്ടിൽ ഒരു അയൽ സംസ്ഥാനത്ത് ഈ രീതിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു. അത് ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ആശുപത്രിയോ എന്ന് ആരുടെ പേര് പറഞ്ഞാലും നാണക്കേടായത് സംസ്ഥാനത്തിനാണ്, സംസ്ഥാന സർക്കാരിനാണ്. അതിനൊരു പരിഹാരം, പ്രായശ്ചിത്തം കാണുകയാണ് കേരളം. വലിയ സംഘമാണ്, അസിസ്റ്റന്റ് കളക്ടർ സാക്ഷിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘമാണ് കേരളത്തിൽ നിന്ന് നഗരസഭയുടെയും അതുപോലെ തന്നെ ഗ്രീൻ കേരളയുടെയും റവന്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ള വലിയൊരു സംഘമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ള 70 അംഗ സംഘം. മാലിന്യം നീക്കം ചെയ്യാനുള്ള യന്ത്രങ്ങൾ, അതുപോലെ തന്നെ ഈ മാലിന്യങ്ങൾ കൊണ്ടുപോകാനുള്ള വലിയ കാരിയറുകളുമൊക്കെയായി വലിയ ഒരു സംഘം തന്നെ കേരളത്തിൽ നിന്ന് എത്തിയിരിക്കുന്നു. സബ് കളക്ടർ, അസിസ്റ്റന്റ് കളക്ടർ സാക്ഷിയാണ് നേതൃത്വം നൽകുന്നത്. അവർ ഇപ്പോൾ തമിഴ്നാട്ടിലെ കല്ലൂർ സ്കൂളിലാണുള്ളത്. തമിഴ്നാടിന്റെ വലിയൊരു സഹകരണം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തമിഴ്നാടിനെ സംസ്ഥാനം ചെയ്ത അല്ലെങ്കിൽ സംസ്ഥാനത്ത് ചില ആളുകൾ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ്. പക്ഷേ തമിഴ്നാടിന്റെ വലിയ സഹകരണം ഇക്കാര്യത്തിൽ സംസ്ഥാനത്തുണ്ടാകും. ഒരുപക്ഷെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമായി പോലും മാറേണ്ടിയിരുന്ന ഒരു വിഷയത്തെ ഇരു സംസ്ഥാനങ്ങളും വളരെ തന്മയത്തോടുകൂടി കൈകാര്യം ചെയ്തിരിക്കുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ തമിഴ്നാടിന്റെ സഹകരണം. എല്ലാ സന്നാഹങ്ങളും ഒരുക്കി തമിഴ്നാട്, JCB അടക്കമുള്ള സംവിധാനങ്ങൾ തമിഴ്നാടാണ് ഇവർക്ക് കേരളത്തിന് നൽകുന്നത്. അത്തരത്തിൽ തമിഴ്നാടിന്റെ വലിയൊരു സഹകരണത്തോടു കൂടി ഈ ഓപ്പറേഷൻ അല്പസമയത്തിനകം ആരംഭിക്കും. 6 ഇടങ്ങളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള. 6 ഇടങ്ങളിൽ നിന്നും ഒരേ സമയം മാലിന്യം നീക്കം ചെയ്യാനാണ് പദ്ധതി. ഉദ്യോഗസ്ഥ, കേരളത്തിന്റെ തമിഴ്നാടിന്റെ സംയുക്ത ഉദ്യോഗസ്ഥ സംഘം ഈ സ്കൂളിൽ ഉള്ളിലേക്ക് പോവുകയാണ്. അവരുടെ നിർണായകമായ മീറ്റിംഗ് യോഗം ആരംഭിക്കാൻ പോകുന്നു. ഈ യോഗത്തിലാകും ഇതിന്റെ ഒരു കൃത്യമായ ആക്ഷൻ പ്ലാൻ, സംസ്ഥാന ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ നടപ്പാക്കൽ എങ്ങനെയെന്ന കാര്യത്തിൽ ഈ യോഗത്തിൽ കുറച്ചുകൂടി വ്യക്തമായ തീരുമാനങ്ങൾ വരും. ആ യോഗമാണ് ആരംഭിക്കാൻ പോകുന്നത്. വലിയ സന്നാഹങ്ങൾ, കേരളത്തിൽ നിന്ന് മാത്രം 70ഓളം പേരുടെ സംഘമാണ്, 20 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 70ഓളം പേരുടെ ടീമാണ് കേരളത്തിൽ നിന്ന് എത്തിയിട്ടുള്ളത്. തമിഴ്നാടിന്റെയും അത്തരത്തിൽ വലിയ സഹായം ഈ ദൗത്യത്തിന് പിന്നിലുണ്ട്. ഏതായാലും ആ ദൗത്യം അല്പസമയത്തിനകം ആരംഭിക്കും. അതിന് മുന്നോടിയായുള്ള യോഗമാണിപ്പോൾ ചേരുന്നത്. വളരെ നിർണായകമാണ് ഈ യോഗം. കാരണം ഈ സ്ഥലത്തിന്റെ പ്രത്യേകത തമിഴ്നാടിന് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. കേരളത്തിന് സംവിധാനങ്ങളാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന മാലിന്യങ്ങൾ ഗ്രീൻ കേരള കമ്പനിയുടെ വിവിധ ഗോഡൌണിലേക്ക് കൊണ്ടുപോയി അവിടെ തരംതിരിച്ച് സംസ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ മാലിന്യങ്ങൾ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ശാസ്ത്രീയമായി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ ഒരു സംഘം, നമ്മൾ ദൃശ്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാകുമെന്ന് വിചാരിക്കുന്നു. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഉദ്യോഗസ്ഥരുടെ വലിയ സംഘം, അതുപോലെ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലെയും ഈ ശുചീകരണ തൊഴിലാളി അടക്കമുള്ള വലിയൊരു സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ന്യൂസ് 18 പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ
പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് അത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് പോകാതെ രമ്യമായ ഒരു പ്രശ്നം ഗ്രീൻ ട്രിബ്യൂണൽ ഇടപെട്ടു എന്ന് ഒഴിച്ചാൽ സംസ്ഥാനങ്ങൾ തമ്മിൽ കാര്യമായ തർക്കമില്ലാതെ അണ്ണാമലയെ പോലെയുള്ള ചില നേതാക്കൾ ചില വൈകാരിക പ്രതികരണങ്ങളൊക്കെ നടത്തിയത് മാറ്റി നിർത്തിയാൽ ഇരു സംസ്ഥാനങ്ങളും വലിയ രീതിയിൽ ഒരുമിച്ചെടുക്കുന്ന ഒരു തീരുമാനം കേരളത്തിന്റെ ഭാഗത്ത് ചില ആളുകൾ ചെയ്ത് വളരെ മര്യാദക്കേടാണെന്നത് വസ്തുതയാണ്. പക്ഷേ ആ ഒരു തെറ്റിന് കൃത്യമായ പ്രായശ്ചിത്തം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ദേശീയ ഹരിത ട്രിബ്യൂണൽ നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. ആ സമയപരിധിക്ക് മുമ്പ് തന്നെ സംസ്ഥാനം ഈ മാലിന്യങ്ങൾ നീക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ഇപ്പോൾ ചേരുന്നത്. തീർച്ചയായും വി അരുണാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. 70 അംഗ സംഘമാണ് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ അവിടെ തള്ളിയ മാലിന്യങ്ങൾ, മെഡിക്കൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനെത്തിയത്. അരുൺ പറഞ്ഞതുപോലെ തന്നെ കേരളം നൽകുന്നൊരു പ്രായശ്ചിത്തമാണ് എന്ന് വേണമെങ്കിൽ വളരെ കൃത്യമായി പറയാൻ സാധിക്കും. കാരണം തമിഴ്നാട്ടിൽ മാലിന്യങ്ങൾ കൊണ്ടുതള്ളി അതിന്റെ ഉത്തരവാദിത്തമെല്ലാം സർക്കാർ ഏറ്റെടുത്തേ മതിയാകുകയുള്ളൂ. സർക്കാരിന്റെ പ്രതിനിധികളല്ല, സർക്കാരല്ല ചെയ്തതെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് ആര് ചെയ്താലും ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണം. അപ്പോൾ കേരളം നൽകുന്ന ഒരു പ്രായശ്ചിത്തം കൂടിയാണ് ഈ മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കുന്നത്. അരുൺ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ളൊരു വലിയ ആഭ്യന്തര പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോവേണ്ടതായിരുന്നു. പക്ഷേ അതെല്ലാം രമ്യതയോടുകൂടി പരിഹരിക്കാനുള്ള ഇടപെടലാണ് അവിടെ നടക്കുന്നത്. തമിഴ്നാട്ടിലെയും വലിയൊരു ഉദ്യോഗസ്ഥ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അതിനുവേണ്ട മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള സഹായങ്ങൾ തമിഴ്നാട് നൽകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ആഭ്യന്തര ചർച്ചകളാണ് അവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏത് തരത്തിലാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളുടെ ചർച്ചകൾ പുരോഗമിക്കുന്നു. എന്തായാലും അല്പസമയത്തിന് ശേഷം തന്നെ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കും. ഹരിത ട്രൈബ്യൂണൽ ഇന്ന് അവസാന ദിവസമാണ് മാലിന്യങ്ങൾ നീക്കാൻ വേണ്ടി നൽകിയതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇന്ന് തന്നെ മാലിന്യങ്ങൾ നീക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും പ്രധാനമായി 70 അംഗ സംഘം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇന്ന് തന്നെ മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ നിന്ന് നീക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. RCC അടക്കം IMA അടക്കം കൈയൊഴിഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്ര പൂർണ്ണമായി ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് കൈയൊഴിയാൻ സാധിക്കില്ല. കാരണം കൃത്യമായി അവിടെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിന്റെ മാലിന്യ കൂമ്പാരങ്ങൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ്. അപ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാകൂ. News 18 ആണ് ഈ വാർത്ത ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോഴിതാ കൃത്യമായി ഇന്നലെ തന്നെ News 18 സംഘം BV അരുൺ അടങ്ങുന്ന News 18 സംഘം അവിടെ എത്തിയിരുന്നു. അതിനുശേഷം കൃത്യമായി പ്രേക്ഷകരിലേക്ക് അവിടെ കേരളത്തിൽ നിന്ന് നിക്ഷേപിച്ച മാലിന്യ കൂമ്പാരങ്ങളുടെ ദൃശ്യം എത്തിച്ചിരുന്നു. അത്രമാത്രം സങ്കീർണമായ മെഡിക്കൽ മാലിന്യങ്ങളാണ് അവിടെയുള്ളത്. ആ മാലിന്യങ്ങൾ ഭക്ഷിക്കുന്ന മൃഗങ്ങളെ അടക്കം, കന്നുകാലികളെ അടക്കം നമ്മൾ ഇന്നലെ കണ്ടതാണ്. അത് പ്രകൃതിക്കും കന്നുകാലികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ എത്രമാത്രമാണ് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഹാനികരമാകുന്നതെന്ന് നമ്മൾ ഇന്നലെ വളരെ വ്യക്തമായി നമ്മുടെ ദൃശ്യങ്ങൾ നമ്മളെ കാണിച്ചു തന്നതാണ്. VV അരുൺ അവിടെ തുടരുന്നുണ്ട്. അരുൺ, എന്തായാലും പൂർണ്ണമായും ഇന്ന് തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ നീക്കം ചെയ്ത മാലിന്യങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഏത് തരത്തിലാണ് സംസ്കരിക്കാൻ പോകുന്നത്? കേരളത്തിൽ തന്നെയാണോ സംസ്കരിക്കുന്നത്? അത് സംബന്ധിച്ച വിശദാംശങ്ങൾ എങ്ങനെയാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടോ അരുൺ? ഭവ്യ, ഇന്ന് തന്നെ മാലിന്യങ്ങൾ നീക്കണം. അത് നീക്കാതെ മറ്റു വഴികൾ സംസ്ഥാനത്തിന് മുമ്പിലില്ല. കാരണം ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവാണത് 3 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യണമെന്നുള്ളത്. ആ 3 ദിവസം എന്ന സമയപരിധി വൈകിട്ടോടുകൂടി അവസാനിക്കും. അതിനു മുമ്പ് തന്നെ മുഴുവൻ മാലിന്യങ്ങളും നീക്കാനാണ് സംസ്ഥാനം ശ്രമിക്കുന്നത്. ഏതായാലും വലിയൊരു ദൗത്യമായി ഇതിനെ കാണണം. കാരണം നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു വ്യാപ്തി, അല്ലെങ്കിൽ എത്രത്തോളം വലിയ ക്വാണ്ടിറ്റിയാണ് ഓരോ സ്ഥലത്തും കല്ലൂരിലും അതുപോലെ കൊണ്ടാനഗരത്തിലും ഒക്കെ നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിച്ചത്. അത്രയധികം മാലിന്യം ഇവിടെ ഉണ്ട്. അത് മുഴുവൻ മാറ്റുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ 6 സംഘങ്ങളായി ഈ കേരളത്തിലെ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർ തിരിയും. ഇപ്പോൾ തമിഴ്നാട് സബ് കളക്ടർ കൂടി ഇവിടേക്ക് വരികയാണ്. തമിഴ്നാട് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കൂടിയായ സബ് കളക്ടർ ഇവിടേക്ക് എത്തുകയാണ്. കേരളവുമായി ചേർന്നുള്ള ഒരു സംയുക്ത ഓപ്പറേഷനാകും അവർ നടത്തുക. സർ, can you tell us about this operation? As of now, I can't. I will later. I will do. Okay, thank you. കേരളത്തിന്റെ അസിസ്റ്റന്റ് കളക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോൾ തമിഴ്നാട് സബ് കളക്ടറും ഇവിടേക്ക് യോഗത്തിലേക്ക് എത്തുകയാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ നിർണായകമായ ഒരു ഓപ്പറേഷൻ ഇത്. കേരളത്തിലെ നഗരസഭയും അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയും അതുപോലെ തന്നെ ക്ലീൻ കേരള കമ്പനിക്കുമാണ് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടതിന്റെ നോഡൽ സംഘമായി അവരെയാണ് സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ മാലിന്യങ്ങൾ നീക്കം ചെയ്യും. കേരളത്തിലെ ഗ്രീൻ കേരള കമ്പനിയുടെ വിവിധ ഗോഡൌണുകളിലേക്ക് അതുപോലെ തന്നെ IMAയുടെ പാലക്കാട്ടെ പ്ലാന്റിലേക്കും ഒക്കെ ഇത് മാലിന്യങ്ങൾ കൊണ്ടുപോയേക്കാം. മെഡിക്കൽ മാലിന്യങ്ങൾ അവിടെ സംസ്കരിക്കാൻ ശ്രമിക്കും. അത്തരത്തിൽ ഇത് വിവിധ ഗോഡൌണുകളിലേക്ക് മാറ്റിയ ശേഷം ഇത് സംസ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലേക്ക് തന്നെ പൂർണ്ണമായും മാലിന്യങ്ങൾ ഇവിടെ മാറ്റും. അതിനുശേഷം ഇപ്പോൾ യോഗത്തിന്റെ നിർണായകമായ ദൃശ്യങ്ങളാണ് ന്യൂസ്
ന്യൂസ് 18-ലൂടെ പ്രേക്ഷകർ കാണുന്ന വളരെ പ്രധാനപ്പെട്ട യോഗം. നമ്മുടെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ഊഷ്മളത കൂടി ഈ വിഷയത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കാരണം വലിയ ഒരു തർക്ക വിഷയമായി മാറേണ്ടിരുന്ന അല്ലെങ്കിൽ തർക്കം അത്തരത്തിൽ മുതലെടുക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ ചില ഘട്ടങ്ങളിൽ ചില കോണുകൾ നടന്നു. പക്ഷേ രണ്ട് സംസ്ഥാനങ്ങളും രണ്ട് ഭരണകൂടങ്ങളും കൃത്യമായി ഇടപെട്ട് പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നു. കേരളത്തിന്റെ തെറ്റിന് കേരളം തന്നെ പ്രായശ്ചിത്തം ചെയ്യുന്നു. അതിന് തമിഴ്നാടിന്റെ ഹൃദയം നിറഞ്ഞ പിന്തുണ നമുക്ക് ഇവിടെ കാണാനാകും. അത്രയധികം പിന്തുണയാണ് തമിഴ്നാട് നൽകുന്നത്. കേരളത്തിൽ വന്ന ഉദ്യോഗസ്ഥർക്ക് ഒപ്പം തന്നെ അത്രയധികം വലിയൊരു സംഘം തമിഴ്നാടിന്റെ ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. ശുചീകരണ തൊഴിലാളികളുണ്ട്, ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട്, അങ്ങനെ വലിയൊരു സംവിധാനം, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, അങ്ങനെ വലിയൊരു സംവിധാനം തമിഴ്നാടും ഈ കേരളത്തിന്റെ ഈ യജ്ഞത്തിന് വേണ്ടി നീക്കിവെക്കുന്നു. അവരുടെ മനോഹരമായ ഭൂപ്രകൃതിയിൽ അത്രയധികം അവർ കാത്തുസൂക്ഷിക്കുന്ന ഭൂമിയിലാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള ചില ക്രിമിനൽ ബുദ്ധിയുള്ള ക്രിമിനൽ സംഘങ്ങൾ, അത് രണ്ടുപേരെ കൂടി ഇന്നലെ തമിഴ്നാട് പോലീസ് കേരളത്തിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടും ഉണ്ട്. ഈ ഏജൻസി നടത്തിപ്പുകാർ ഉൾപ്പെടെ ഈ ഏജൻസിക്കാണെങ്കിൽ ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ ബയോമെഡിക്കൽ വേസ്റ്റ് ഒന്നും കൈകാര്യം ചെയ്യാൻ അനുമതിയുള്ള അംഗീകാരമുള്ള ഏജൻസിയല്ല. എന്നിട്ട് പോലും ലാഭ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ പ്രദേശവാസികൾ ചിലരെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ മാലിന്യങ്ങൾ തമിഴ്നാടിന്റെ ഈ ഭൂമിയിൽ നിക്ഷേപിക്കുകയായിരുന്നു. പക്ഷേ അത് ഇവിടെ നിന്ന് മാറ്റിയേ മതിയാകൂ എന്ന് ഹരിത ട്രിബ്യൂണൽ, ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവുണ്ടായിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ സംസ്ഥാനം ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. തമിഴ്നാട്ടിൽ ഈ ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെ ഇവിടെ മാലിന്യം കൊണ്ടുവരാൻ സഹായിച്ച രണ്ടുപേരെ നേരത്തെ കസ്റ്റഡിയിലെടുത്ത് അവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. രണ്ടുപേരെ കൂടി തമിഴ്നാട് പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് കസ്റ്റഡിയിലെടുത്ത് ഒരാൾ നിതിൻ ജോർജ് എന്ന കണ്ണൂർ സ്വദേശിയാണ്, മറ്റൊരാൾ കൂടി കസ്റ്റഡിയിലുണ്ട്. രണ്ടുപേരെയും ഇന്ന് റിമാൻഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ കൂടുതൽ ആളുകളുടെ പേരിലുള്ള നടപടി ഉണ്ടാകും, കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. സംസ്ഥാന സർക്കാരും ഈ ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവൃത്തി നടത്തിയവർക്കെതിരെ നടപടികൾ കർശനമാക്കുകയാണ്. നഗരസഭയുടെ അംഗീകൃത ഏജൻസിയാണ് ഈ സണ്ണേജ് എന്ന ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു കമ്പനി. അവർക്ക് ഈ ആശുപത്രി മാലിന്യങ്ങൾ ബയോമെഡിക്കൽ വേസ്റ്റ് സംസ്കരിക്കാനോ നീക്കം ചെയ്യാനുള്ള അനുമതി ലൈസൻസ് ഇല്ലായിരുന്നു. പക്ഷേ അവർ ഇങ്ങനെ ചെയ്തതിന്റെ പേരിൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഇപ്പോൾ നഗരസഭ വ്യക്തമാക്കുകയാണ്. അവർക്ക് ഇതിനകം തന്നെ നഗരസഭ നോട്ടീസ് നൽകിക്കഴിഞ്ഞു. ഏതായാലും വലിയൊരു ദൗത്യത്തിലേക്ക് സംസ്ഥാനം നീങ്ങുകയാണ്. ഒരുപക്ഷെ സംസ്ഥാന ഇത്തരത്തിൽ അപൂർവമായ ഇത്തരം ഒരു ദൗത്യം എന്ന് കൂടി പറയാം. നിരവധി പ്രശ്നങ്ങൾ ഇത് സംസ്ഥാനങ്ങൾ തമ്മിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് ഒരു കേരളത്തിലെ ഒരു ജില്ലയിൽ നിന്ന് ചില ആശുപത്രികളിലെയും അതുപോലെ ഹോട്ടലുകളിലെയും മാലിന്യങ്ങൾ തമിഴ്നാടിന്റെ ഒരു ഭൂപ്രദേശത്തെ കൊണ്ട് യഥേഷ്ടം നിക്ഷേപിക്കുക, അത് ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യമല്ല എന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം അവിടെ വലിയ ആഴത്തിലുള്ള കുഴികളെടുത്ത് പലയിടത്തും മാലിന്യങ്ങൾ ഇട്ടിരിക്കുന്നു. ചില ജലാശയങ്ങളെ തന്നെ അത് അവിടെ വെള്ളം കെട്ടി അത്തരത്തിൽ അത് മാറുന്നു. അവിടെ വീണ്ടും മാലിന്യം നിക്ഷേപിക്കുന്നു. അതിനും അപ്പുറത്തേക്ക് പലതും കത്തിച്ചു കളയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കാലികളെ ആളുകൾ മേയാൻ വിടുന്ന സ്ഥലമാണ്. തനി ഗ്രാമീണരാണ്, പൂർണ്ണമായും ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരു സ്ഥലം. കൃഷി ചെയ്തും അതുപോലെ കാലികളെ മേച്ചും ജീവിക്കുന്ന ആളുകൾ അവരുടെ ഭൂമിയിലേക്കാണ് ഇത്തരത്തിൽ പരമായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, പാരിസ്ഥിതിക വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ മാലിന്യങ്ങൾ ചില കുബുദ്ധികൾ നിക്ഷേപിച്ചത്. അതിനെതിരെയാണ് ഇപ്പോൾ ഇരു സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി നടപടിയെടുക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാനാകുമെന്ന പ്രതീക്ഷയാണ് ഇരു സംസ്ഥാനങ്ങൾക്കും ഉള്ളത്. കൃത്യമായ ആക്ഷൻ പ്ലാൻ ഇന്നലെ രാവിലെ മുതൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആസ്ഥാനത്തും മറ്റും ചേർന്ന മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരുടെ വലിയൊരു സംഘം ഇവിടെയുണ്ട്. ആ ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയത്. അതിന്റെ നടത്തിപ്പ് സ്വാഭാവികമായും പ്രായോഗിക വശങ്ങൾ കൂടി പരിഗണിച്ചാകും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നത്. തമിഴ്നാട് സബ് കളക്ടർ അടക്കമുള്ളവർ ഇവിടെ കേരളത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നു. ഈ മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാകും. അത് ശാസ്ത്രീയമായ സംസ്കരണം മാത്രമാകും. കേരളത്തിൽ കൊണ്ടുപോയാലും അത് എവിടെയെങ്കിലും വലിച്ചെറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. കാരണം അത്രയധികം മാരകമായ രോഗാണുക്കൾ വരെ ഉണ്ടായേക്കാമെന്ന ആശങ്കയാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ സംസ്കരണം ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. രണ്ട് സംസ്ഥാനങ്ങളുടെയും സംയുക്ത യോഗമാണ് ഇപ്പോൾ കല്ലൂരിലെ ഈ സ്കൂളിലെ ക്ലാസ് മുറിയിൽ ചേരുന്നത്. തീർച്ചയായും അതാണ് അത്രമാത്രം അരുൺ പറഞ്ഞതുപോലെ തന്നെ വലിയ സങ്കീർണമായ ഒരു സാഹചര്യത്തെയാണ് ഇപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളും വളരെ രമ്യതയോടുകൂടി പരിഹരിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോൾ പോലും ഒരു തരത്തിലും ന്യായീകരണമില്ല. നമ്മുടെ നാട്ടിലെ മാലിന്യങ്ങൾ മറ്റൊരു സംസ്ഥാനത്ത് കൊണ്ട് നിക്ഷേപിച്ചതിന്, അവിടെ കൊണ്ട് തള്ളിയതിന് ഒരു തരത്തിലും ന്യായീകരണമില്ല. പക്ഷേ അത് നമ്മുടെ സർക്കാർ അത് വളരെ കൃത്യമായി ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രായശ്ചിത്തം എന്ന പോലെ തന്നെ ആ മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കാനുള്ള കൃത്യമായ ഇടപെടൽ കാണിച്ചിരിക്കുന്നത് തീർത്തും അഭിനന്ദനാർഹമാണ്. ഒപ്പം തമിഴ്നാടിന്റെ സഹകരണം, അത് അരുൺ പറഞ്ഞതുപോലെ അത് എടുത്തു പറയേണ്ട ഒന്നാണ്. തീർച്ചയായും വലിയ തർക്കത്തിലേക്ക് പോവേണ്ട കാര്യങ്ങളാണ്. രണ്ട് സംസ്ഥാനത്തിന്റെയും ഇടപെടൽ കൊണ്ട് വലിയ രീതിയിൽ ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ഇടപെടൽ നടത്തുന്നത്. അതിന് എല്ലാവിധ സഹകരണങ്ങളുമായി തമിഴ്നാട് കേരളത്തിനൊപ്പമുണ്ട്. ആ മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ പോലും
ഈ തമിഴ്നാട് ഒപ്പമുണ്ട് എന്നത് എടുത്തു പറയണം. 70 അംഗ സംഘമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ ഒരു പ്രായശ്ചിത്തം എന്ന പോലെ ഇന്ന് തന്നെ പൂർണ്ണമായും തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ തള്ളിയ ആ മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യും. ആ നീക്കം ചെയ്തത് കൃത്യമായി സംസ്കരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ നാടിന് അത് വലിയ നാണക്കേടാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഒന്നാമതെന്ന് പറയുന്ന മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന്, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തിന് മറ്റൊരു നാട്ടിൽ ചീത്തപ്പേരുണ്ടാവുക എന്നത് അനുവദിക്കാൻ പാടില്ല. അതിന്റെ പിന്നിൽ ആരാണെങ്കിലും, അരുൺ പറഞ്ഞതുപോലെ തന്നെ ഏത് ക്രിമിനലുകളാണെങ്കിലും കൃത്യമായ നടപടി സർക്കാർ എടുത്തിരിക്കണം. അവർക്കെതിരെ നടപടി ഉണ്ടാകണം. ആരൊക്കെ ഇതിന് പിന്നിലുണ്ടോ അവർ അതിന് ഉത്തരവാദികളായിരിക്കും. അവർ അതിന് ശിക്ഷ അനുഭവിച്ചേ മതിയാകുള്ളൂ. എന്തായാലും ഈ പ്രധാനമായും RCCയും അതോടൊപ്പം IMAയും ഈ സംഭവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പോലും പ്രധാനമായും ഇന്നലെ നമ്മൾ പ്രതികരണം തേടിയപ്പോൾ സങ്കീർണമായി മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സുരക്ഷിതത്വത്തോടു കൂടിയെന്നാണ് IMA വ്യക്തമാക്കിയത്. അപ്പോൾ പോലും അരുൺ, പിന്നെ എങ്ങനെയാണ് ഇത്രയധികം മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ എത്തിയത് എന്ന സംശയം, അക്കാര്യത്തിൽ ഒരു അവ്യക്തത തുടരുന്നുണ്ട്. അതിനുത്തരം ലഭിച്ചല്ലേ മതിയാകൂ അരുൺ? തീർച്ചയായിട്ടും ഈ ആശുപത്രികൾക്ക് അവരുടേതായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുണ്ട്. IMAയുടെ പ്ലാന്റുകളിലേക്ക് ഈ മാലിന്യങ്ങൾ അയക്കുന്നുമുണ്ട്. പക്ഷേ അത് പൂർണ്ണമല്ല എന്നതാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. ഒരുപക്ഷെ ഈ ആശുപത്രി മാനേജ്മെന്റുകൾ തന്നെ അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പുകാർ തന്നെ കുറച്ച് ലാഭം കിട്ടട്ടെ, ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇത്രയധികം വലിയ നടപടിക്രമങ്ങളുണ്ട്. IMAയുടെ പ്ലാന്റിലേക്ക്, ഈ ഇമേജിലേക്ക് ഈ സാധനങ്ങൾ, മാലിന്യങ്ങൾ അയക്കാനൊക്കെ കൃത്യമായ പ്രോട്ടോക്കോളുകളുണ്ട്. അത് ഒറ്റ ചാക്കിൽ കെട്ടിയോ അല്ലെങ്കിൽ ഒരു ക്യാരി ബാഗിൽ കെട്ടിയോ അങ്ങനെ അയക്കാൻ പറ്റുന്നതല്ല. ഓരോ മാലിന്യവും കൃത്യമായി മെഡിക്കൽ മാലിന്യമാണ്. കയ്യുറകളുണ്ടാകാം, സിറിഞ്ചുകളുണ്ടാകാം, മറ്റ് ശരീരഭാഗങ്ങൾ പോയി സർജറിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതെല്ലാം കൃത്യമായി ഓരോ ശാസ്ത്രീയമായ നിർമ്മാർജ്ജന സംവിധാനങ്ങളുണ്ട്. അത്ര എളുപ്പമുള്ളൊരു ജോലിയല്ല. അതിന് നിരവധി പേരുടെ അധ്വാനം വേണം. സ്വാഭാവികമായും ഒറ്റ ചാക്കിൽ കെട്ടി വലിച്ചെറിയുന്ന മലയാളികളുടെ ചില ഏറ്റവും മോശം ശീലങ്ങളിൽ ഒന്നിലേക്ക് ഒരുപക്ഷെ മാനേജ്മെന്റ്, ആശുപത്രി മാനേജ്മെന്റ് ആളുകളോ അല്ലെങ്കിൽ നടത്തിപ്പുകാരോ ആരോ പോയതാകാം. എല്ലാം വളരെ എളുപ്പമാണ്. ഒരു ആഹാരാവശിഷ്ടങ്ങൾ കൊണ്ടുപോകുന്ന, അത്തരം ജൈവ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഏജൻസിക്ക് ഇതും കൂടി ചാക്കിൽ കെട്ടിക്കൊടുത്താൽ, കവറിൽ കെട്ടിക്കൊടുത്താൽ അവർ എവിടെയെങ്കിലും കൊണ്ട് തള്ളും എന്ന ഒരു അമിത ആത്മവിശ്വാസമാകാം. അതിന്റെ ഭാഗമായാകാം ഇത്തരത്തിൽ ഈ ഇമേജ് വഴി IMAയുടെ പ്ലാന്റുകളിൽ എത്തിച്ച് സംസാരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു സംസ്കരണം എന്ന ഒരു കുബുദ്ധിയിലേക്ക് ആരെയോ നയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആശുപത്രി മാലിന്യങ്ങൾ ഇത്തരത്തിൽ ഇങ്ങനെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ ഈ ഭാഗങ്ങളിൽ വളരെ മനോഹരമായ ഭൂപ്രദേശം, അവിടെ ഇത്തരത്തിൽ ആ പ്രകൃതിയെ പോലും അല്ലെങ്കിൽ അവിടുത്തെ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന തരത്തിൽ വലിച്ചെറിയാൻ തക്ക സാഹചര്യം ഒരുക്കിയത് തീർച്ചയായും ഈ ആശുപത്രി അധികൃതർക്ക് ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അത്രയധികം ഗുരുതരമായ ക്രിമിനൽ കുറ്റം തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തമിഴ്നാടിന്റെ പോലീസ് സന്നാഹം, വലിയൊരു പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥ സംഘമുണ്ട്. അതായത് വളരെ പ്രധാനപ്പെട്ടൊരു ദൗത്യമായി ഇരു സംസ്ഥാനങ്ങളും ഇത് ഏറ്റെടുത്തിരിക്കുന്ന തെളിവായി കൂടി നമുക്ക് ഈ സംവിധാനങ്ങളെ കാണേണ്ടതുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ ഇപ്പോൾ ഈ സ്കൂളിൽ, തീർച്ചയായും ന്യൂസ് വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ നിർണായകമായ നടപടി, വലിയൊരു നടപടി ഉണ്ടായിരിക്കുന്നു എന്ന് പറയാം. കാരണം അത്രമാത്രം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ മാലിന്യ കൂമ്പാരമായിരുന്നു. ആ മാലിന്യ കൂമ്പാരത്തിന്റെ വാർത്ത, ഇങ്ങനെ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നു എന്നുള്ള വാർത്ത ന്യൂസ് 18 ആദ്യമായി പുറത്തുവിടുന്നതിന് ശേഷമാണ് ഇപ്പോൾ വലിയൊരു നടപടി ഉണ്ടാകുന്നത്. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട് തന്നെയാണ് ഈ വാർത്ത. കാരണം അത്രമാത്രം നമ്മുടെ നാടിന്, നമ്മുടെ കേരളത്തിന് നാണക്കേടാകുന്ന ഒരു വാർത്തയാണ് ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. ആ വാർത്തയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമായും തിരുനെൽവേലിയിൽ തള്ളിയ മെഡിക്കൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ഇടപെടലുകൾ ഉടൻ തന്നെ ഉണ്ടാകും. ആ നീക്കങ്ങൾ അവിടെ നടക്കുകയാണ്. ആഭ്യന്തര ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചയ്ക്ക് ശേഷം ഉടൻ തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യും. തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യങ്ങൾ കണ്ടെത്തിയ സംഭവത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈയൊഴിഞ്ഞ RCCക്ക് പിന്നാലെ IMAയും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തി പാലക്കാട്ടെ പ്ലാന്റിലേക്കാണ് ബയോമെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടെ എത്തിക്കുന്നത്. ഇടനിലക്കാർ വരുത്തിയ വീഴ്ചയ്ക്ക് ആശുപത്രികളും മെഡിക്കൽ അസോസിയേഷനും എന്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും IMA നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ സുൽഫി ന്യൂസ് 18നോട് പ്രതികരിച്ചു. സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ആശുപത്രികളിലെയും മെഡിക്കൽ ലാബുകളിലെയും ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കീഴിലുള്ള ഇമേജ് എന്ന സംഘടനയുടെ പാലക്കാട് പ്ലാന്റിലേക്കാണ് എത്തുന്നത്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനുൾപ്പെടെ നിരീക്ഷിക്കാൻ സംവിധാനമുള്ള QR കോഡുള്ള ക്യാരി ബാഗുകളിലാണ് ഇവ പ്ലാന്റിലേക്ക് എത്തിക്കുന്നതെന്നും IMA. ഇമേജിലേക്ക് വരുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ അത് കൃത്യമായിട്ട് നമ്മുടെ വാഹനങ്ങളിൽ അവിടെ കൊണ്ടുപോവുകയും ഓരോ
കണ്ടെയ്നേഴ്സും അല്ലെങ്കിൽ ഓരോ ബാഗും അത് QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് അത് GPS സംവിധാനങ്ങളിലൂടെ അത് മറ്റ് എന്താ പറയുക GPS സംവിധാനങ്ങളിലൂടെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് ബന്ധപ്പെടുത്തി എപ്പോൾ വേണോ അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊണ്ടുവന്നത്. അവിടെ നിന്ന് ഒരു സാധനം പോകുന്ന പ്രശ്നമേ ഇല്ല. എന്നാൽ സങ്കീർണമായ ഈ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സുരക്ഷിതത്വത്തോടെയാണെന്ന് IMA വ്യക്തമാക്കുമ്പോഴും പിന്നെ എങ്ങനെ ഇത്രയധികം മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ എത്തി എന്നതിൽ അവ്യക്തത തുടരുകയാണ്. 2 ജില്ലകൾക്ക് 1 എന്ന നിലയിൽ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ വേണമെന്നാണ് കേന്ദ്ര നിയമം. എന്നാൽ കൂടുതൽ പ്ലാന്റുകൾ വിവിധ ജില്ലകളിൽ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ജനരോഷം ഉയർന്നതോടെയാണ് നടപടികൾ അനിശ്ചിതത്വത്തിലായതെന്നും IMA നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ സുൽഫി നുഹ് ന്യൂസ് 18നോട് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ നിതാന്തമായ ജാഗ്രത ഉണ്ടാവണം. ആശുപത്രികളുടെ ഭാഗത്തു നിന്നും സംവിധാനങ്ങൾ കൂടുതൽ ഈ കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടാകണം. സ്വകാര്യ ആശുപത്രികളാണെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലാണെങ്കിലും ഇത്തരം ഒരു വീഴ്ച ഉണ്ടാകാതിരിക്കുന്ന രീതിയിൽ ഈ സാധനം പിൽഫറേജ് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ പറയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ എടുക്കുകയും അതോടൊപ്പം മറ്റു സാധനങ്ങളും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് ബയോമെഡിക്കൽ വേസ്റ്റായി മാറുകയാണ്. അതാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. അത് ഒഴിവാക്കുക എന്നുള്ള രീതി ഉണ്ടാക്കണം. ബയോമെഡിക്കൽ മാലിന്യ നീക്കത്തിന് അംഗീകൃത സംവിധാനങ്ങൾക്ക് പുറമെ സമാന്തര ഇടപാടുകൾ നടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ പരിശോധനകൾ തുടരുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മാലിന്യ കൂമ്പാരത്താൽ വലയുകയാണ് വൈറ്റില പൊന്നുരുന്നി നിവാസികൾ. മലിനജലം ഒഴുകിപ്പോകാനുള്ള തോട് റെയിൽവേയുടെ പാലം താഴ്ത്തിയതോടെ അടഞ്ഞു. നിരന്തരം കോർപ്പറേഷൻ നേതൃത്വത്തിൽ തോട്ടിലേക്കുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുമ്പോഴും ഒന്നിനും മാറ്റം വരുന്നില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് നിറഞ്ഞ മാലിന്യമാണ് ഈ കാണുന്നത്. 3 ഡിവിഷനുകളിൽ നിന്നുള്ള മാലിന്യം വന്നടിയുന്നത് ഇവിടെയാണ്. പൊന്നുരുന്നി എസ്റ്റിലെ ജനങ്ങൾക്കാണ് ഈ ദുരവസ്ഥ. കക്കൂസ് മാലിന്യവും ഹോട്ടൽ മാലിന്യവും ഒക്കെയുണ്ട്. പ്രദേശത്തെ 100-ലധികം കുടുംബങ്ങളാണ് മാലിന്യ പ്രശ്നത്താൽ പൊറുതിമുട്ടി കഴിയുന്നത്. നടുക്കത്തെ പാലം പൊളിച്ച് പണിത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേസ്റ്റ്, അത് ആ വേസ്റ്റൊക്കെ ശരിക്കും നോക്കി കഴിഞ്ഞാൽ വീടുകളിലെ വേസ്റ്റ് അല്ല, ഹോട്ടലിലെ വേസ്റ്റാണ്. നമ്മളുടെ ഡിവിഷനിൽ 1-2 ഹോട്ടലുകൾ ഇതിലേക്ക് വന്നിട്ട് ഞങ്ങൾ തന്നെ നാട്ടുകാർ തന്നെ ഇടപെട്ട് ആ പൈപ്പുകൾ ക്ലോസ് ചെയ്യുകയും ഹോട്ടൽ പൂട്ടിച്ചിട്ട് തന്നെ സമരം ചെയ്ത് ഹോട്ടൽ പൂട്ടിച്ചിട്ട് ആ പൈപ്പുകൾ ക്ലോസ് ചെയ്തിട്ട് ഹെൽത്തിൽ നിന്ന് ആൾ വന്നിട്ട് വീണ്ടും ലൈസൻസ് കൊടുത്തൊക്കെ തുറന്നത്. റെയിൽവേ ആണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നിവേദനങ്ങൾ MP-ക്കും MLA-ക്കും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. റെയിൽവേയുടെ പാലം അല്പമൊന്ന് ഉയർത്തിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂവെന്നും നാട്ടുകാർ പറയുന്നു. ഇത് റെയിൽവേയുടേതാണ്, ഇന്ത്യ ഗവൺമെൻറ് സിസ്റ്റമാണ്, അത് MP പരിഹരിക്കേണ്ട വിഷയമാണത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇപ്പോൾ പ്രാദേശിക ഭരണാധികാരികൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലത്. അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ വിചാരിച്ചിട്ട് അതിൻ്റെ വികസന പ്രവർത്തനത്തോടെ ഭാഗമായിട്ട് ഇത് പൊളിച്ചു മാറ്റി വെള്ളക്കെട്ട് പരിഹരിക്കുക. ഇനിയൊരു ആമയഴഞ്ചാൻ തോട് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും അതെല്ലാം വിഫലമാകുകയാണ്. മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി രാത്രികാലങ്ങളിൽ നാട്ടുകാരുടെ തന്നെ നേതൃത്വത്തിൽ വിവിധ സ്ക്വാഡുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ സ്ഥായിയായ പരിഹാരത്തിന് റെയിൽവേയുടെ ഇടപെടലാണ് വേണ്ടത്. ന്യൂസ് 18 കൊച്ചി. എറണാകുളം തമ്മനത്ത് പൊട്ടിയ ജലവിതരണ പൈപ്പ് പുനഃസ്ഥാപിക്കുന്നു. അറ്റകുറ്റപ്പണികൾ അവസാന ഘട്ടത്തിലാണ്. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പൈപ്പ് പൊട്ടിയ ഭാഗത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അടിക്കടി ഉണ്ടാകുന്ന സംഭവം ഉണ്ടാകുന്നതിൻ്റെ പുറകിലെ കാര്യം സംസ്കാര ജംഗ്ഷൻ മുതൽ അനന്തപുരം ക്ഷേത്രം വരെയുള്ള സ്ഥലത്ത് പഴയ പ്രീമോ പൈപ്പ് തന്നെയാണ് കിടക്കുന്നത്. ആ പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം മാറ്റി സ്ഥാപിക്കാനുള്ള ഈ ഗ്യാപ്പില്ലാത്തതുകൊണ്ടാണ് മാറ്റി സ്ഥാപിക്കാൻ പറ്റാത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് സത്യമാണ്, അങ്ങനെ സത്യം അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് 2 ധ്രുവങ്ങളിലേക്ക് പൈപ്പ് വിട്ടുകൊണ്ട് പുതിയ രീതിയിൽ അത് മാറ്റം വരുത്തി ഈ പൈപ്പ് കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു ജോലിയാണ് ചെയ്യേണ്ടത്. അതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു, വർക്കെടുത്തു, കരാറുകാരനായി, എല്ലാം ആയി. പക്ഷേ ചില സാങ്കേതിക കാരണത്താൽ നടക്കുന്നില്ല. നവമി ദിനേശ് വിവരങ്ങളുമായി ചേർന്നു. നവമി, എന്തായാലും ആശ്വാസം അല്ലേ? തീർച്ചയായും ഭവ്യ, 16 മണിക്കൂർ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ജലവിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത്. ഇത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വലിയൊരു ഗർത്തമാണ് ഇവിടെ രൂപപ്പെട്ടത്. അത്ര വലിയ ഒരു ഫോഴ്സിലായിരുന്നു ഈ വെള്ളം പുറത്തേക്ക് വന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ റോഡ് വലിയൊരു കുഴി രൂപപ്പെട്ടതും. ഈ കാണുന്ന ഈ പൈപ്പാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചത്, മാറ്റിയത്. ഇവിടെ ഉണ്ടായിരുന്ന പൈപ്പ് ഒരു 55 വർഷത്തോളം പഴക്കമുള്ളതായിരുന്നു. ഈ തമ്മനം ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ ഈ പൈപ്പ് പൊട്ടുന്നത് അടിക്കടി
കൂടിയാണ്. ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ ഇത്തരത്തിൽ പൈപ്പ് പൊട്ടുന്നതും പിന്നീട് ഈ കരാറുകാരെത്തി ഇവിടെ പണി നടത്തുന്നതുമൊക്കെ സ്ഥിരം കാഴ്ചയായിരുന്നു. എന്തായാലും ഈ ഒരു പൈപ്പ് പൂർണ്ണമായും മാറ്റണം എന്നൊരു ആവശ്യം തന്നെയാണ് നാട്ടുകാരും ഉന്നയിക്കുന്നത്. കരാറുകാരനോ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു പൈപ്പിൻ്റെ കാലപ്പഴക്കമാണ് ഇത്ര വേഗത്തിൽ ഇങ്ങനെ പൊട്ടുന്നതിനും ജലവിതരണം തടസ്സപ്പെടുന്നതിനുമൊക്കെ കാരണം. വാട്ടർ അതോറിറ്റി ഒരു പുതിയൊരു കരാറുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കരാറ് പണി തുടങ്ങിയിട്ടില്ല, അത് പാതി വഴിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ഒരു വാട്ടർ അതോറിറ്റി കുറച്ചുകൂടിയൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു പണി എത്രയും വേഗം പൂർത്തിയാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അടിക്കടി വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇനി ഉള്ള അടുത്ത പണി ഈ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും PWD ഉദ്യോഗസ്ഥരേക്ക് ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരെത്തി ഈ റോഡ് പഴയ രീതിയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ കൂടി നടത്തണം. അത് കഴിഞ്ഞാൽ ഇവിടേക്കുള്ള ഗതാഗതവും പുനഃസ്ഥാപിക്കും. എന്തായാലും ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് ഈ പൈപ്പ് പൊട്ടിയത്. അതായത് ടാങ്കുകളിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം ഉപയോഗിച്ചാണ് ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ ഇന്ന് രാവിലെ വരെ കഴിഞ്ഞത്. എന്തായാലും എത്രയും വേഗം ഈ ഒരു പൈപ്പ് പുനഃസ്ഥാപിച്ചതുകൊണ്ട് മാത്രമാണ് വലിയൊരു പ്രതിസന്ധിയിലേക്ക്, കുടിവെള്ള ക്ഷാമത്തിലേക്ക് ഈ ജനത പോവാതിരുന്നതും എന്നുള്ളതും വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഭവ്യ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള. Every pride. വാർത്തയിലേക്ക്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തിരുത്തി മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ട്രോമ കെയർ സംവിധാനം 2021 മോശം അവസ്ഥയിലാണ് പ്രവർത്തിച്ചിരുന്നതെന്ന മന്ത്രിയുടെ വാദം വസ്തുതാ പിശകാണെന്ന് KK ശൈലജ. മാത്രമല്ല, ട്രോമ കെയർ മെച്ചപ്പെടുത്താനുള്ള എല്ലാ നടപടികളും എടുത്തത് താൻ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്താണെന്നും കണക്കുകൾ എടുത്തു പറഞ്ഞ് KK ശൈലജ വ്യക്തമാക്കുന്നു. 2021 മോശം അവസ്ഥയും 2024 പുരോഗതിയും കാണിച്ച മന്ത്രി ഫേസ്ബുക്കിലിട്ട പോസ്റ്റിനായിരുന്നു KK ശൈലജയുടെ മറുപടി. ന്യൂസ് 18 Q18ലാണ് മുൻ ആരോഗ്യമന്ത്രി ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ വാദത്തെ പൂർണ്ണമായും തള്ളിയത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. 3 ദിവസം മുമ്പാണ് ആരോഗ്യമന്ത്രി പോസ്റ്റ് ഇടുന്നത് തിരുവനന്തപുരം എമർജൻസി മെഡിസിൻ വിഭാഗത്തെ കേന്ദ്ര സർക്കാർ സെന്റർ ഓഫ് എക്സലൻസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിനകത്ത് 2021 പടം, 2024 പടം, അത് 2021 ഇത്രയും മോശം അവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 2024 പടമിടുന്നത്. 2021 ആരോഗ്യവകുപ്പ് ഭരിച്ചിരുന്നതോ അല്ലെങ്കിൽ ആ സർക്കാരോ ഏതായാലും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ പാർട്ടിയിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള പാർട്ടിയല്ല. എന്തുകൊണ്ടാണ് ഈ എക്സലൻസായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് അഭിമാനമുണ്ട്. മറ്റതൊരു ധാരണ പെശകാവാനേ തരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ആ ട്രോമ കെയർ പ്രോജക്റ്റ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞതും പിണറായി സർക്കാരാണ്, ഇടതുപക്ഷ സർക്കാരാണ്. അപ്പോൾ പൊതുവേ ആരോഗ്യ മേഖലയിൽ മാറ്റം വരുത്തുമ്പോൾ എല്ലാ മേഖലയിലും മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അതിൽ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായിരുന്നു ടോട്ടൽ ട്രോമ കെയർ പ്രോജക്റ്റ്. അത് വലിയ വർക്ക്ഷോപ്പൊക്കെ വെച്ച് വിദഗ്ധരായിട്ടുള്ള ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഗവൺമെൻറ്. അതിന് 3 കമ്പോണൻ്റാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് കാഷ്വാലിറ്റികൾ നവീകരിക്കുക എന്നുള്ളതാണ്. ഈ എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റുകൾ സർക്കാർ സ്ഥാപനങ്ങളിൽ വളരെ മോശമെന്നുള്ളതല്ല, പക്ഷേ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. ഒരു ചെറിയ സ്ഥലത്ത്, വളരെ പരിമിതമായ സ്ഥലത്താണ് ഈ മാസ് കാഷ്വാലിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ വരുന്നത്. അപ്പോൾ ഇത് മാറണം. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചത് ഡൽഹി എയിംസ് സന്ദർശിച്ചുകൊണ്ടാണ്. എയിംസിലെ ട്രോമ കെയർ സെൻറ്റർ ഏറ്റവും നല്ലതാണ്. അവിടെ സന്ദർശിച്ചപ്പോൾ അത് വളരെ ട്രയാജ് സിസ്റ്റം, അന്നാണ് ഞാൻ ആദ്യം ട്രയാജ് സിസ്റ്റമൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ തിരിച്ചു വന്നിട്ട് ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ സിറ്റി തലസ്ഥാനമാണല്ലോ ഇതിൻ്റെ, ഇവിടെ തന്നെ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു 7 കോടി രൂപയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തുകയും കൂടി ചേർത്ത് 10-18 ലക്ഷം കോടി രൂപ അന്ന് തന്നെ മാറ്റിവെച്ചു. ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളും സൂപ്രണ്ടും ഞാനും ഈ എയിംസിൻ്റെ HODമാരും ചേർന്നിട്ടാണ് മെഡിക്കൽ കോളേജ് സന്ദർശിച്ചത്. അപ്പോൾ അങ്ങനെ സന്ദർശിച്ച് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് അവിടെ പിന്നെ ടോട്ടൽ ട്രോമ കെയർ, ഒരു നല്ല ട്രോമ കെയർ സിസ്റ്റം ഉണ്ടാക്കാൻ വലിയ ബിൽഡിംഗ് ആക്കിയിട്ട് അതിനെ എടുക്കാൻ സാധിക്കും എന്ന് കണ്ടെത്തി. ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ കയറി ചെല്ലുമ്പോൾ വലതുവശത്ത് കാണുന്ന കൂറ്റൻ ബിൽഡിങ്. അപ്പോൾ എല്ലാം അവരിവിടെ വന്ന് ട്രെയിനിങ്, ഇവിടെയുള്ള നമ്മുടെ ഡോക്ടർമാർക്ക് ട്രെയിനിങ് ഒക്കെ നൽകി അവരുടെ കൂടി നിർദ്ദേശത്തോടു കൂടി അവസാനം ഡോക്ടർ സഞ്ജീവ് പോയി പറഞ്ഞപ്പോൾ എയിംസിനേക്കാളും വലുതായി നിങ്ങളുടെ ട്രോമ കെയർ സെൻറ്റർ എന്ന് പറഞ്ഞു. അതെല്ലാം പൂർത്തിയായി, എക്യുപ്മെൻറ്റ്സും ഒക്കെ റെഡിയായി ഫങ്ഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനവും ചെയ്തു
കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു, ഞാൻ അധ്യക്ഷയായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാ സജ്ജീകരണമായി തിയേറ്റർ, ഓപ്പറേഷൻ തിയേറ്ററൊക്കെ. അപ്പോഴേക്കാണ് ഈ കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് വന്നപ്പോൾ ഞങ്ങളെല്ലാം ചർച്ച നടത്തി. തിരുവനന്തപുരത്ത് കോവിഡ് ആശുപത്രിയായിട്ട് ഐസൊലേഷന് വേണ്ടി വേണ്ടത്ര സൗകര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം, ഈ ട്രോമ നമുക്ക് ഈ കോവിഡ് കഴിഞ്ഞിട്ട് തുടങ്ങാം. കോവിഡ് കഴിഞ്ഞ ഉടനെ തന്നെ അത് രണ്ടാമത് ആരംഭിക്കേണ്ടതാണ്. അങ്ങനെ രണ്ടാമത് ആരംഭിച്ചു പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ. കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അറിയാത്ത ഒരാളാണോ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി? അങ്ങനെയുള്ള ഒരു പോസ്റ്റ് വരുമ്പോൾ ഈ പാളയത്തിൽ പടയുണ്ടെന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുത്താൽ പാളയത്തിൽ പടയൊന്നുമല്ല, അവരതിനു വേണ്ടി ആഗ്രഹിച്ചു. അവർ ഇത് കോവിഡ് കാരണം ഫംഗ്ഷനിലായിരുന്നില്ലല്ലോ, അത് ഫംഗ്ഷനിലാക്കി. തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരിക്കാണ് നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലച്ചോറിലും തലയോട്ടിയുടെ 2 ഭാഗങ്ങളിലും രക്തം വാർന്നിരുന്നു. ശ്വാസകോശത്തിന് താഴെയായി ചതവുണ്ടായി എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ശശിനാരായണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ശശിനാരായണൻ, എന്തൊക്കെയാണ് പ്രധാനമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? ഭവ്യ, നേഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കും ഉണ്ടായ പരിക്കുകൾ കാരണമാണ് മരണമുണ്ടായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. കൂടാതെ തലച്ചോറിനും തലയോട്ടിയുടെ 2 ഭാഗവും തകർന്ന് രക്തം വാർന്നതായും സൂചിപ്പിക്കുന്നു. വാരിയലുകൾക്ക് പൊട്ടലുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഒരു വലിയ ഉയരത്തിൽ നിന്ന് താഴെ വീണ് സംഭവിച്ച മരണം എന്ന നിലയ്ക്കാണ് ഇതിന്റെ സൂചനകൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ആത്മഹത്യ എന്നൊരു നിഗമനത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം അത് തന്നെയാണ്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി ആണ് ഇത് സ്ഥിരീകരിക്കേണ്ടത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉയരത്തിൽ നിന്ന് ചാടി മരിച്ചതാണെന്നുള്ളതാണ് റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഭാഗത്ത് വിവരിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ള ഏറെ വിവാദമുണ്ടായ ഒരു കേസാണിത്. കാരണം അമ്മു സജീവിനെ സഹപാഠികൾ മാനസികമായി പീഡിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് അമ്മു സജീവ് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായുള്ള കുടുംബം ഉന്നയിക്കുന്ന ആരോപണം. അത് ശരിവെക്കുന്ന തരത്തിലേക്ക് ആത്മഹത്യയിലേക്ക് പോകാനുള്ള കാരണങ്ങൾ ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മു ഇത്തരം ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ എന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ടുമായി സൂചിപ്പിക്കുമ്പോൾ ആത്മഹത്യ തന്നെയാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്താനുള്ള കാരണം. എന്തായാലും പോലീസ് ഇക്കാര്യം കൃത്യമായി അന്വേഷിച്ചിട്ട് ശേഷമായിരിക്കും അതിന് അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുക. മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 3 വിദ്യാർത്ഥികളെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവർ ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു. ഒപ്പം അധ്യാപകനെതിരെയും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഭവ്യ, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പോലീസ്. തെളിവുകൾ പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്തും. CPM മുൻ ഏരിയ സെക്രട്ടറി VR സജി അടക്കമുള്ളവരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. സാബുവിനെ മൊബൈൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്തണമെന്ന് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു. പ്രിൻസ് ജെയിംസ് ചേരുന്ന വിവരങ്ങളുമായി. പ്രിൻസ്, പ്രധാനമായും നമ്മൾ ഇന്നലെ ഒരു മൊബൈൽ സംഭാഷണം, ഒരു ഫോൺ സംഭാഷണം പുറത്തുവിട്ടിരുന്നു. അതിൽ CPM നേതാവ് സാബുവിനെ ഭീഷണിപ്പെടുത്തുന്നത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഭീഷണിയൊക്കെ സാബുവിന്റെ മരണത്തിലേക്ക് നയിച്ചു എന്നത് അന്വേഷണ സംഘം അന്വേഷിക്കുമോ? വിവരങ്ങൾ. തീർച്ചയായും ഇത്തരം സംഭാഷണങ്ങളൊക്കെ സാബുവിന്റെ മരണത്തിന് ഇടയാക്കിയോ അതിലുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ സാബു നേരിട്ടോ എന്ന് സംബന്ധിച്ച് അന്വേഷണ സംഘം അന്വേഷണം നടത്തും. കട്ടപ്പന തങ്കമണി CIമാരുടെ നേതൃത്വത്തിൽ 9 പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തുക. എന്തായാലും മുൻ ഏരിയ സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റുമായ VR സജി അടക്കമുള്ളവരുടെയും VR സജിയുടെയും ഒപ്പം ബാങ്കിലെ 3 ജീവനക്കാരുടെയും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. ഇതോടൊപ്പം തന്നെ സാബുവിന്റെ ഫോൺ വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതോടൊപ്പം ബാങ്കിലെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവയും എടുത്ത് പരിശോധിക്കും. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യം വരുന്നത് ഇവർക്കെതിരെ ഈ ബാങ്കിംഗ് പ്രസിഡന്റിനും ഒപ്പം ജീവനക്കാർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന മരണപ്പെട്ട സാബുവിന്റെ ഭാര്യ അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം മേഖലയിൽ ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിലൊക്കെ സമരം ശക്തമാക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോലീസ് വിഷയത്തിൽ കാര്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഭവ്യ, ശരി. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്.
ആഭ്യന്തരം ഉൾപ്പെടെയുള്ള സർക്കാർ വകുപ്പുകളുടെ പോരായ്മകൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തുറന്നടിച്ച് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ച. തുടർഭരണം സഖാക്കളിൽ മൂല്യച്യുതി ഉണ്ടാക്കിയെന്നും ആഭ്യന്തര വകുപ്പിന്റേതടക്കം പ്രവർത്തനങ്ങൾ പാർട്ടി നയത്തിന് ചേരുന്നതല്ല എന്നും വിമർശനമുയർന്നു. SFI, DYFI നേതൃത്വങ്ങളുടെ പിടിപ്പുകേടിനെതിരെയും പരാമർശങ്ങളുണ്ടായി. വിവിധ സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസ് നിരക്കുകൾ കുത്തനെ കൂട്ടിയത് സർക്കാരിനെ ജനങ്ങളിൽ നിന്ന് അകറ്റിയെന്നാണ് മറ്റൊരു ആരോപണം. പ്രതിനിധി സമ്മേളനത്തിൽ ഇന്നും ചർച്ച തുടരും. നാളെ വൈകിട്ടാണ് പൊതുസമ്മേളനം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അയ്യനെ കാണാൻ തീർത്ഥാടക പ്രവാഹം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ഇന്നലെ 85,000-ലധികം തീർത്ഥാടകരാണ് സന്നിധാനത്ത് ദർശനത്തിനെത്തിയത്. ഇന്ന് രാവിലെ 6 മണിവരെയുള്ള കണക്കനുസരിച്ച് 23,651 പേർ മല കയറി. ശബരിമലയിലെ തിരക്ക് തുടരുക തന്നെയാണ്. ഇന്നലെ ഉണ്ടായ തിരക്കിന് അത്രയും പക്ഷേ തിരക്ക് ഇന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ രാവിലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്നലെ രാവിലെ ഒരു 7 മണി വരെ 27,000 ഭക്തർ തൊഴുതെങ്കിൽ ഇന്ന് രാവിലെ അത് 23,000 കുറഞ്ഞിരിക്കുന്നു. അതായത് ഒരു ഞായറാഴ്ച പൊതുവെ ഈ സീസണിൽ തുടക്കം മുതൽ കാണാൻ സാധിച്ചത് അത് തന്നെയാണ്. ഞായറാഴ്ച വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം ഇല്ല. പലപ്പോഴും ഏറ്റവും കുറവ് തിരക്ക് അനുഭവപ്പെട്ടത് ഞായറാഴ്ചയാണ്, അതായത് ഈ സീസൺ തുടങ്ങിയതിൽ പിന്നെ. അപ്പോൾ ആ നിലയിലാണ് ഒരുപക്ഷെ ഇന്നത്തെ ഈ രാവിലത്തെ ആദ്യത്തെ തിരക്ക് കണ്ടാൽ മനസ്സിലാകുക. പക്ഷെ രാത്രി വരെ എങ്ങനെയാകും തിരക്ക് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. എന്തായാലും തിരക്ക് ഈ സീസൺ അവസാനിക്കുന്നു, അത് മണ്ഡലകാലം അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത. മറ്റൊരു കാര്യമുള്ളത്, ഈ തങ്കേങ്കി ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നു. ഇനിയുള്ള 2-3 ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ട മണ്ഡല പൂജ തൊഴാനെത്തുന്ന ഭക്തർ കൂടി ഇവിടെ തമ്പടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 25, 26 തീയതികളിൽ അല്പം നിയന്ത്രണങ്ങളൊക്കെ ഭക്തരുടെ എണ്ണത്തിൽ വെർച്വൽ ക്യൂവിൽ ഒക്കെ കുറവ് വരുത്തിയിരിക്കുന്നത്. അതായത് ഇവിടെ എത്തുന്നവർ പലപ്പോഴും തമ്പടിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഫലത്തിൽ സന്നിധാനത്തെ തിരക്ക് അങ്ങനെ തന്നെ തുടരാനുള്ള സാധ്യതയാണ് ഉള്ളത്. പക്ഷേ വലിയൊരു തിക്കും തിരക്കും ഉണ്ടാകരുത് എന്ന് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുള്ള രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഘോഷയാത്ര ബുധനാഴ്ച സന്നിധാനത്തെത്തും. വ്യാഴാഴ്ചയാണ് മണ്ഡലപൂജ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനം തുടരുകയാണ്. കുവൈറ്റ് അമീർ, പ്രധാനമന്ത്രി എന്നിവരുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കുവൈറ്റ് സഹകരണ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ഈ റിപ്പോർട്ട് കാണാം. റിപ്പോർട്ടോടുകൂടി പൂർണ്ണമാകും വാർത്താരംഭം. ഇടവേളയ്ക്ക് ശേഷം അടുത്ത ബുള്ളറ്റിൻ. നമസ്കാരം. കുവൈത്ത് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ ക്ഷണപ്രകാരമാണ് 43 വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കുവൈത്ത് സന്ദർശനം. ഇസ്രയേൽ ഗാസ യുദ്ധവും സിറിയയിലെ അസാദ് ഭരണകൂടത്തിന്റെ പതനത്തിനിടയിലാണ് മോദിയുടെ സുപ്രധാനമായ സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജം തുടങ്ങിയ ഉഭയകക്ഷി ബന്ധത്തിന്റെ മുഴുവൻ വശങ്ങളും കുവൈത്ത് നേതൃത്വവുമായി മോദി അവലോകനം ചെയ്യും. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നതിലുപരി കുവൈറ്റിലെ വലിയ ഇന്ത്യൻ സമൂഹത്തിന് ഈ സന്ദർശനം പല പ്രതീക്ഷകൾ നൽകുന്നതാണ്. കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇന്ത്യക്കാരാണ്. പ്രധാനമന്ത്രി ഗൾഫ് സ്പിക് ലേബർ ക്യാമ്പ് സന്ദർശിക്കുകയും അവരുമായി സംവദിക്കുകയും ചെയ്തിരുന്നു. ക്യാമ്പിലെ 90% നിവാസികളും ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ആശങ്കകളും സന്ദർശനം അഭിസംബോധന ചെയ്യും. രാമായണവും മഹാഭാരതവും അറബിയിലേക്ക് വിവർത്തനം ചെയ്ത അബ്ദുള്ള അൽ ബറൂണിനെയും നരേന്ദ്രമോദി സന്ദർശിച്ചു. UAE, ബഹ്റിൻ, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, കുവൈത്ത് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന GCC രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സന്ദർശനം വഴിവെക്കുമെന്നാണ് പ്രതീക്ഷ. 2022-23 സാമ്പത്തിക വർഷത്തിൽ GCC രാജ്യങ്ങളുമായി ഇന്ത്യയുടെ വ്യാപാരം $184.46 ബില്യൺ ആയിരുന്നു. കുവൈത്ത് ഇന്ത്യയുടെ 6ാമത്തെ വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരാണ്. കുവൈറ്റിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ആദ്യമായി $2 ബില്യൺ എത്തിയിരുന്നു. കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഇന്ത്യയിലെ നിക്ഷേപം $10 ബില്യൺ കടന്നിരുന്നു. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കാനും പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും വഴിവെക്കുന്നതാണ് ഈ സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.